ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ EVS ടെക്സ്റ്റിലുള്ള 4th ചാപ്റ്റർ ദ പവർ ഓഫ് ക്ലീൻലിനെസ്. ഓക്കെ, ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ കാണാത്ത മക്കളാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് പോയിട്ട് കാണുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്താണ്? ക്ലീൻ ടീത്ത് അല്ലേ? നമ്മുടെ പല്ല് വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ്. വൃത്തിയുള്ള പല്ലുകൾ, ക്ലീൻ ടീത്ത് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള പല്ലുകൾ. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത്, ഡോണ്ട് യു? നമുക്കറിയാം നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യം, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല്ലുകൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് മാഡം പറയാതെ തന്നെ മാഡത്തിൻ്റെ കുട്ടികൾക്ക് അറിയാം അല്ലേ? ചില പാരൻസൊക്കെ മാഡത്തിനോട് പറയാറുണ്ട്, ഞങ്ങളുടെ മക്കൾ വായിക്കുന്നില്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം മാഡത്തിൻ്റെ കുട്ടികൾ? ഈ ഒരു വീഡിയോ കേട്ടിട്ട് എന്ത് ചെയ്യുക, മാഡത്തിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, പതുക്കെ 2-3 തവണ കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പതുക്കെ മാഡത്തിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് വായിക്കാതെ ക്ലാസ് മാത്രം കേട്ട് പോകരുത് മക്കൾ എന്ത് ചെയ്യണം? കൈ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, ഡു വി ബ്രഷ് അവർ ടീത്ത് പ്രോപ്പർലി? അത് നിങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ പല്ല് തേക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന്. പല്ല് തേക്കുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയിലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. മക്കൾ എന്താ ചെയ്യാറ്? വേഗം പോയി എന്ത് ചെയ്യോ, ടൂത്ത് ബ്രഷിൽ പേസ്റ്റാക്കി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് തേച്ചിട്ട് പോരുന്ന മക്കളും ഉണ്ടല്ലേ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കറക്റ്റായിട്ട് ചെയ്യേണ്ടത് പഠിച്ചു. അതുപോലെ ഇനി ബ്രഷ് എങ്ങനെയാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് പഠിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഇനി മുതൽ പല്ല് തേക്കുമ്പോൾ ഇതുപോലെ തേക്കണം. നിങ്ങളുടെ അനിയന്മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെക്കാളും ചെറിയ മക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, അതുപോലെ മുതിർന്നവരും ഉണ്ടാവും അല്ലേ? അവർക്കൊക്കെ നിങ്ങളിത് പഠിപ്പിച്ച് കൊടുക്കുകയും വേണം. മനസ്സിലായോ? നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് നമ്മൾ മാത്രം പഠിച്ചിരുന്നാൽ മതിയോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്കും അത് എത്തിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പല്ല് തേക്കേണ്ടത് എന്നാണ് നമുക്ക് അടിയിൽ പിക്ചറായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഫസ്റ്റത്തെ പിക്ചർ എന്താ പറയുന്നത്? ഹോൾഡ് ദ ബ്രഷ് സ്ലാൻഡഡ്. ബ്രഷ് എങ്ങനെയാണ് പിടിക്കേണ്ടത്? ബ്രഷ് ചെരിച്ച് പിടിക്കുക. വായ തുറന്നിട്ട് ബ്രഷ് എങ്ങനെ ചെയ്യണം? സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചെരിക്കുക. അപ്പോൾ സ്ലാൻഡഡ് ആ ഒരു പൊസിഷനിൽ ബ്രഷ് ഇങ്ങനെ ചെരിച്ച് പിടിക്കണം. ദെൻ ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്? നമ്മൾ മുന്നോട്ടും പിന്നോട്ടും, ബാക്ക്വേർഡ് പൊസിഷനിലും ഫോർവേഡ് പൊസിഷനിലും നമ്മൾ ബ്രഷ് ചെയ്യുക. ഇനിയോ തേർഡ് വൺ എന്താണ്? ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. എങ്ങനെയാണ് ഇനി ബ്രഷ് ചെയ്യേണ്ടത്? നമ്മുടെ അപ്പർ ടീത്ത്, മുകളിലെ നിരയിലെ പല്ലുകളുണ്ടല്ലോ, അതെങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുക? നമ്മൾ പല്ല് തേക്കുക. അപ്പം ടോപ്പ് ടു ബോട്ടമിൽ പല്ല് തേക്കുക. ഇനി അടിയിലെ നിരയിലുള്ള പല്ലുകളുണ്ട്, അതെങ്ങനെയാണ്? ബോട്ടം, അടിയിൽ നിന്ന് മേലോട്ട് പല്ല് തേക്കുക. സിമ്പിളായിട്ട് എങ്ങനെ പറയാം? നമ്മൾ അടിയിലത്തെ പല്ലുകളൊക്കെ എങ്ങനെ തേക്കുക? അടിയിൽ നിന്ന് തുടങ്ങി മേലോട്ട് തേക്കുക. ബ്രഷ് വെച്ചിട്ട് അടിയിൽ ഭാഗത്ത്, നമ്മൾ ഊനുഭാഗമല്ലേ, ആ ഭാഗത്തു നിന്ന് തുടങ്ങി അടിയിലത്തെ ഊനുഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് മേലോട്ട് തേക്കുക. ഇനി മേലത്തെ പല്ലുകൾ എങ്ങനെ തേക്കണം? മേലെ നിന്ന് തുടങ്ങി, മേൽഭാഗത്തുള്ള ഊനില്ലേ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് അടിയിലോട്ട് തേക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബ്രഷ് ദ സർഫസ് ഓഫ് ദ ടീത്ത് used for chewing forward and backwards properly. നമ്മൾ ഇങ്ങനെ ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന കോട്ടിലെ പല്ലുകളൊക്കെ ഉണ്ടല്ലോ, ആ പല്ലുകളുടെയൊക്കെ സർഫസ് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ബ്രഷ് ചെയ്യുക. എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്? അത് ഫോർവേഡ്, മുന്നോട്ടും പിന്നോട്ടൊക്കെ ബ്രഷ് ചെയ്യണം, നന്നായിട്ട് ബ്രഷ് ചെയ്യണം. അതാണ് ഇനി 4th സ്റ്റെപ്പ് പറയുന്നത്.
ഇനി 5th സ്റ്റെപ്പ് എന്താണ്? ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ദ ടീത്ത്. പല്ലിൻ്റെ നമ്മൾ ഈ കാണുന്ന ഭാഗം മാത്രം തേച്ചാൽ പോരാ, എവിടെയും ബ്രഷ് ചെയ്യണം. പല്ലിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലേ, ഉൾഭാഗം ഇന്നർ സൈഡ് ഓഫ് ദ ടീത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. പിന്നെയോ ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്. ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നാവും, ടങ് ക്ലീനർ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രഷ് ഉപയോഗിച്ചിട്ടും നമ്മുടെ നാവ് ക്ലീൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ 6 സ്റ്റെപ്പുകളാണ് നമുക്ക് ബ്രഷ് ചെയ്യാനുള്ളത്, നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കാനുള്ളത്. അപ്പം മക്കൾ ഇനി മുതൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വേണം ബ്രഷ് ചെയ്യാൻ. ഓക്കെ. പ്രസൻറ്റ് ദ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ക്ലീനിങ് ടീത്ത് ഇൻ ദി ക്ലാസ്. അത് നിങ്ങളടുത്ത് പറയാണ്, നിങ്ങൾ പല്ല് തേക്കലിൻ്റെ ഈ ശരിയായ രീതി എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ ഹാൻഡ് വാഷിങ്ങിലെ നമ്മുടെ കൈകൾ എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് പഠിച്ചു. എങ്ങനെയാണ് ശരിക്കും നല്ല പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ പല്ല് എങ്ങനെ ക്ലീൻ ചെയ്യണം, അതും പ്രോപ്പർ മെത്തേഡ് നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? നമുക്ക് ക്ലീൻ അവർ ബോഡി. നമ്മുടെ ബോഡി എങ്ങനെ ക്ലീൻ ചെയ്യാം, പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് വൃത്തിയുള്ളൊരു ശരീരമാക്കാം. ഓക്കെ. ഇനി അതാണ് പഠിക്കാൻ പോകുന്നത്. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ. ശരീരം വൃത്തിയാക്കുന്നതിന് എന്ത് നിർബന്ധമാണ്? നമ്മൾ കുളിക്കൽ നിർബന്ധമാണ്. മക്കളൊക്കെ കളിക്കാൻ പോയി വന്നതിന് ശേഷം നന്നായിട്ട് കുളിക്കൂലേ? അല്ലാതെ കുളിക്കാതെ ആരെങ്കിലും ബെഡിൽ കയറി കിടക്കാറുണ്ടോ? അപ്പം എന്താണ്, നമ്മൾ കളിക്കാനൊക്കെ പോയി അല്ലേ, പുറത്ത് പോയാലൊക്കെ എന്താണ് നമ്മുടെ മേത്തൊക്കെ അഴുക്കാവും. അപ്പോൾ അത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുളിക്കണം അല്ലേ? അപ്പം ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ. നമുക്ക് നമ്മുടെ ശരീരം വൃത്തിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുളിക്കണം. ക്യാൻ യു പ്രസൻറ്റ് ദ വേ യു ബാത്ത് ഇൻ ആക്ഷൻസ്? നിങ്ങളടുത്ത് പറയാണ്, കുളിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾ ആംഗ്യത്തിലൂടെ, ആക്ഷനിലൂടെ കാണിക്കാനാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ കുളിക്കലെന്ന് ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുക്കുക. വാട്ട് ഷുഡ് വി കീപ്പ് ഇൻ മൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ബാത്ത്? നമ്മൾ കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മക്കൾ പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാറ്? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? തോർത്തുമുണ്ട് എടുത്ത് വയ്ക്കൂ അല്ലേ? നല്ല ഉണങ്ങിയ തോർത്തുമുണ്ട് നമുക്ക് തല തോർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ തോർത്താൻ വേണ്ടിയിട്ട് നമ്മളത് എടുത്ത് വയ്ക്കും. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ചെരുപ്പ് അല്ലേ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചെരുപ്പ് നമ്മൾ നന്നായിട്ട് കഴുകും, വാഷ് ചെയ്യും അല്ലേ? പിന്നെയോ നമ്മുടെ നഖങ്ങൾ, അതുപോലെ തന്നെ കാലിലെ നഖവും അതൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ കഴുകും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുളിക്കാൻ തുടങ്ങും. അപ്പം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കിയേ. ടേക്ക് എ ബാത്ത് ഡെയിലി. നിങ്ങൾ ദിവസവും കുളിക്കണം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസവും കുളിക്കണം, എല്ലാ ദിവസവും കുളിക്കണം. പിന്നെയോ വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. എങ്ങനെയാണ് നിങ്ങൾ ശരീരഭാഗങ്ങൾ കഴുകേണ്ടത്? നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. ഓക്കെ. ഇനിയോ ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. മലിനമായിട്ടുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യരുത്? കുളിക്കാൻ പാടില്ല. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. പ്യുവർ വാട്ടറിലാണല്ലേ നമ്മൾ കുളിക്കുക. അതൊക്കെ മക്കൾക്ക് അറിയാൻ പറ്റൂലേ. നമ്മൾ ആകാത്ത വെള്ളത്തിലൊന്നും കുളിക്കൂലല്ലോ. എങ്ങനെയാണ്? നമ്മൾ നല്ല വെള്ളത്തിൽ മാത്രമേ കുളിക്കാറുള്ളൂ അല്ലേ? യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. നമ്മുടെ ശരീരം തോർത്തുന്നതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഉണങ്ങിയ ടവൽ, ഉണങ്ങിയതും വൃത്തിയുള്ളതുമായൊരു തോർത്തുമുണ്ടോ ടവലൊക്കെ ഉപയോഗിക്കണം. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. നിങ്ങൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരുടെ തോർത്തൊന്നും ഉപയോഗിക്കരുത്. പിന്നെയോ വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു തോർത്തുമുണ്ട് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഉണക്കി സൂക്ഷിക്കണം. മനസ്സിലായോ? Have you understood the proper ways of washing hands, brushing teeth and bathing?
അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, എങ്ങനെയൊക്കെയാണ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കൈകൾ കഴുകുക, നിങ്ങളുടെ ഹാൻഡ്സ് എങ്ങനെയാണ് വാഷ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് നിങ്ങളുടെ ടീത്ത് ബ്രഷ് ചെയ്യുക, എങ്ങനെയാണ് കുളിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. പ്ലീസ് ഡിസ്കസ് what you have understood about personal hygiene with your family members. പേഴ്സണലായിട്ടുള്ള ഹൈജീനിൽ പെട്ടിട്ടുള്ള എന്തൊക്കെയാണ്? വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിങ് ടീത്ത്, ബാത്തിങ്. ഇവ 3 കാര്യങ്ങൾ എന്താണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അല്ലെ? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ഒരാളുടെ സ്വന്തം കാര്യങ്ങളല്ലേ? പല്ല് തേക്കുക എന്നുള്ളത് അമ്മയുടെ കാര്യമാണോ? അല്ല, നമ്മുടെ കാര്യമാണ് അല്ലേ? അപ്പം നമ്മളെന്ന വ്യക്തിയുടെ കാര്യങ്ങളാണ് പല്ല് തേക്കുക, അതുപോലെ നന്നായിട്ട് കഴുകുക, അതുപോലെ നന്നായിട്ട് വൃത്തിയിൽ കുളിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പേഴ്സണൽ ഹൈജീനാണ്. ആ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഫാമിലിയിലുള്ള അമ്മയോടോ അച്ഛനോടോ അച്ഛമ്മയോടോ മുത്തച്ഛനോടോ ഗ്രാൻഡ് ഫാദേഴ്സ് ആരോടോ തന്നെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് നോക്കുക നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത്. അവർക്കിപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. മനസ്സിലായോ? ബ്രഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കണ്ടോ നിങ്ങൾ, lack of personal hygiene is the reason for many diseases. ഈ വ്യക്തി ശുചിത്വം, പേഴ്സണലായിട്ടുള്ള ഹൈജീൻ്റെ കുറവ് കൊണ്ട് എന്താണ് നമുക്ക് പലവിധ രോഗങ്ങളും പിടിപെടാറുണ്ട്. ചിലവരൊന്നും എന്ത് ചെയ്യില്ല, നന്നായിട്ട് കഴുകില്ലല്ലേ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, രോഗാണുക്കൾ അവരുടെ വയറ്റിലെത്തും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ പേഴ്സണൽ ഹൈജീൻ്റെ ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ്റെ കുറവ് കാരണം, ആ ഒരു കാരണം കൊണ്ട് പല അസുഖങ്ങളും വരാറുണ്ട്. എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട്? ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വയറിളക്കം, കോൾഡ് ജലദോഷം, സ്കാബീസ് എന്താണ്? ചൊറിയ. നമ്മൾ നന്നായിട്ട് കുളിച്ചിട്ടില്ലെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ റാഷ് വരും, ചുണങ്ങ് വരും. ഇതൊക്കെ നമ്മുടെ കുളിയുടെയൊക്കെ നമ്മുടെ വൃത്തിയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് വരുന്നത്. മനസ്സിലായോ? എക്സെട്ര സം ഓഫ് ദീസ് ഡിസീസസ്. അപ്പോൾ ഏതൊക്കെയാണ് പേഴ്സണൽ ഹൈജീന്, ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ കൊണ്ട് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ്. ഇവയൊക്കെ എന്താണ്? നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. ക്ലിയർ? വി ക്യാൻ കീപ് മെനി ഡിസീസസ് അവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. നമ്മൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വൃത്തിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, പല അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ പല അസുഖങ്ങളെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് മാറ്റി നിർത്താം. മനസ്സിലായല്ലോ? ദി ഡിസിഷൻസ് ഐ മസ്റ്റ് ടേക്ക് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. എന്തൊക്കെ ഡിസിഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ പേഴ്സണൽ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്യാൻ? ഇപ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വം, നമ്മുടെ സ്വന്തമായ വൃത്തി അല്ലേ, നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വൃത്തി നമുക്ക് എന്ത് ചെയ്യുക, നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം തീരുമാനങ്ങൾ നമുക്ക് എടുക്കാമെന്നാണ് ചോദ്യം. എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കാൻ പറ്റുക? ഫസ്റ്റത്തെ തീരുമാനം എന്തെടുക്കാം നമുക്ക്? വാഷ് ഹാൻഡ്സ് റെഗുലർലി വിത്ത് സോപ്പ്. ഞാൻ ഇടവിട്ടിട്ട് എന്ത് ചെയ്യും? കൈകൾ റെഗുലറായിട്ട് എന്ത് ചെയ്യും? കഴുകും. എന്തുപയോഗിച്ചിട്ട്? സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകും എന്നുള്ള ഒരു തീരുമാനം എടുക്കാം. രണ്ടാമത്തെ, ടേക്ക് എ ബാത്ത് ഡെയിലി ടു കീപ്പ് അവർ ബോഡി ക്ലീൻ. ഞാൻ ദിവസവും കുളിക്കും. എന്തിനാ ദിവസവും കുളിക്കുന്നത്? എൻ്റെ ബോഡി ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ദിവസവും കുളിക്കും എന്നുള്ള തീരുമാനം എടുക്കാം. തേർഡ് വൺ എന്തെടുക്കാം? ബ്രഷ് അവർ ടീത്ത് ട്വൈസ് എ ഡേ. ഞാൻ 2 നേരം എന്തായാലും പല്ല് തേക്കും. ഏതൊക്കെയാണ് 2 നേരം? മോർണിംഗ് ആൻഡ് നൈറ്റിൽ അല്ലേ, ബിഫോർ ബെഡിൽ പോകുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യും. പിന്നെയോ കട്ട് നെയിൽസ് റെഗുലർലി. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നഖങ്ങൾ റെഗുലറായിട്ട് കട്ട് ചെയ്യും. അത് നഖം വളരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ കട്ട് ചെയ്തിട്ട് ക്ലീനായിട്ട് കൊണ്ട് നടക്കണം. ഇതൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുക. അതുപോലെ നമുക്ക് വേറെയും കാര്യങ്ങൾ എഴുതാം കേട്ടോ. ഇപ്പം 4 പോയിൻ്റ് ഇവിടെ എഴുതാനുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? വിയർ ക്ലീൻ ക്ലോത്ത്സ് എന്ന് എഴുതാം. നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കും എന്നുള്ളത് എന്താണ്? നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണ്. വിയർ
ക്ലീൻ ക്ലോത്ത്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കവർ അവർ മൗത്ത് വെൻ സ്നീസിങ് ഓർ കഫിങ്. നമ്മൾ കുരയ്ക്കുമ്പോഴോ ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ മൗത്ത് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതും നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? പേഴ്സണൽ ഹൈജീൻ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പേഴ്സണൽ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എൻവയോൺമെൻറ്റൽ ക്ലീൻലിനെസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എൻവയോൺമെൻറ്റൽ ക്ലീൻലിനെസ് വെച്ചാൽ പരിസര ശുചിത്വം. നമ്മുടെ ചുറ്റുപാടും എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നൗ ലെറ്റ് us play a skit. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരു സ്കിറ്റ് കളിക്കാൻ, ഒരു നാടകം കളിക്കാനാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? ഹൗസ് ഫ്ലൈ ഉണ്ട്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്. ഇവർ 3 പേരുമാണ് എന്ത് ഈ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങൾ. സീൻ 1 എന്താണ്? ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ മീറ്റ്. ഹൗസ് ഫ്ലൈയും നമ്മുടെ ഈച്ച. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈച്ചയാണ് അല്ലേ. ഈച്ചയും കൊതുകും എങ്ങനെയാണ് കണ്ടുമുട്ടുന്ന ആ രംഗം ഉണ്ടല്ലോ, അതാണ് മീറ്റ് ചെയ്യുന്ന ആ രംഗം ഉണ്ടല്ലോ, അതാണ് ഇനി പറയുന്നത്. മോസ്കിറ്റോ: ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? ഹലോ മിസ്റ്റർ. ഹലോ മിസ്റ്റർ ഫ്ലൈ. ഓ മണിയൻ. മോസ്കിറ്റോ പറയാണ് ആരോട്? ഈച്ചയോട്. ഹൗസ് ഫ്ലൈനോട് പറയാണ്, ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയോ, അല്ലെങ്കിൽ നിനക്ക് എന്നെ വല്ല പരിചയവും ഉണ്ടോ? അപ്പോൾ ഹൗസ് ഫ്ലൈ എന്ത് പറയൂ? ഓഫ് കോഴ്സ് ഐ നോ യു. എനിക്ക് നിന്നെ പരിചയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? യു ആർ ദ ബ്രേവ് വൺ ഹൂ ഡ്രിങ്ക്സ് ദ ബ്ലഡ് ഓഫ് ഹ്യൂമൻസ്, ആറിൻറ്റ് യു? ഐ ആം ഹാപ്പി ടു മീറ്റ് യു ബ്രദർ. യു സ്പ്രെഡ് മെനി ഡിസീസസ്. എന്താണ് നമ്മുടെ ഹൗസ് ഫ്ലൈ മോസ്കിറ്റോയോട് പറയുന്നത്? നീ ആരാണ്? നീ ആ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന ബ്രേവ് വീരനല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മോസ്കിറ്റോ ആരാണ്? മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനായിട്ടുള്ള ആളാണെന്നാണ് ഹൗസ് ഫ്ലൈ പറയുന്നത്. അതുമാത്രമല്ല മോസ്കിറ്റോ ചെയ്യുന്നത്, പിന്നെന്ത് ചെയ്യുന്നുണ്ട്? നിരവധി രോഗങ്ങളും പരത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൗസ് ഫ്ലൈ പറയാണ്, നിന്നെ പരിചയപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മോസ്കിറ്റോ പറയും, യെസ്, അതെ ഞാൻ അതന്നെയാണ്. ഞാൻ എന്താണ്? മനുഷ്യരുടെ രക്തം കുടിച്ചിട്ട് പലവിധ രോഗങ്ങൾ പരത്തുന്ന ആൾ തന്നെയാണ്. യെസ്, ഞാൻ അത് തന്നെയാണ്. മെനി ഡിസീസസ് ലൈക്ക് ചിക്കൻഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ ആൻഡ് എലഫൻറ്റൈസിസ് are spread among humans because of me. It makes me very sad, but what can I do? ഞാൻ കാരണമാണ്. ഏതൊക്കെ അസുഖങ്ങൾ? ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി, പിന്നെയോ മലേറിയ, മന്ത്, ഇങ്ങനത്തെ പലവിധ അസുഖങ്ങളും നാട്ടിൽ ഉണ്ടാക്കുന്നത് ഞാനാണ്. പക്ഷെ അതിൽ എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ, വലിയ സങ്കടമൊക്കെ ഉണ്ട്. ഇങ്ങനെ ആളുകളിൽ ഈ അസുഖങ്ങളൊക്കെ വരുത്തുന്നതിൽ എനിക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ ഹൗസ് ഫ്ലൈ ചോദിക്കുകയാണ്, വേർ ഡു യു ലിവ് ബ്രദർ? നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ താമസം? അപ്പം മോസ്കിറ്റോ പറയാണ്, ഇൻ ദ സിറ്റി ഇറ്റ് സെൽഫ്. ഈ നഗരത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ദർ ഇസ് എ ഹൗസ് വിത്ത് വേസ്റ്റ് പില്ലഡ് അപ്പ് നിയർ ദ സീവേജ് ഡ്രെയിൻ. ആ സീവേജ് ഡ്രെയിൻ, അഴുക്കുചാലിന് തൊട്ട് അടുത്തായിട്ട് കുറേ മാലിന്യം മീൻസ് വേസ്റ്റുകൾ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. അതാണ് ആരുടെ വീട്? നമ്മുടെ കൊതുകിൻ്റെ വീട്. ഓക്കെ, ദർ ആർ പ്ലേസസ് വിച്ച് ഫില്ലഡ് വിത്ത് ഡേർട്ടി വാട്ടർ. അവിടെ അഴുക്കുവെള്ളവും കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. വി ലേ എഗ്സ് ദർ. ഞങ്ങളെവിടെ അവിടെ മുട്ടയിടും. ആ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമില്ലേ, അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ഡേർട്ടി വാട്ടറിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളവിടെ മുട്ടയിടും. എന്നിട്ടോ മൾട്ടിപ്ലൈ ആൻഡ് ടേക്ക് ഓവർ ദ പ്ലേസ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവിടെ തന്നെ മുട്ടയിട്ട് പെരുകി അവിടെയൊക്കെ ആ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ തന്നെ കൈയടക്കും. മനസ്സിലായോ? സിമിലർലി
വാട്ട് വുഡ് ദ ഹൗസ് ഫ്ലൈ ആൻഡ് ദ റാറ്റ് ഹാവ് ടു സേ ടു ഈച്ച് അതർ? ഇതുപോലെ തന്നെ നമ്മുടെ ഈച്ചയും എലിയും കണ്ടുമുട്ടിയാൽ അവർക്കും എന്താണ് പറയാനുണ്ടാവുക? കംപ്ലീറ്റ് ദയർ കോൺവെർസേഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അവർ തമ്മിൽ എന്തായിരിക്കും കോൺവെർസേഷൻ ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയിട്ട് ഒരു സ്കിറ്റാക്കി എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറയുക. അപ്പോൾ ആരൊക്കെ ആയിരിക്കും ആ ഒരു സ്കിറ്റിലെ ക്യാരക്ടേഴ്സ്? തീർച്ചയായിട്ടും ആരൊക്കെ ആയിരിക്കും? ഹൗസ് ഫ്ലൈയും പിന്നെയോ പിന്നെ നമ്മുടെ റാറ്റും ആയിരിക്കും അല്ലേ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ? അവ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ, അവർ പിന്നെയും പിന്നെയും കൂടുതലായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ അതിൽ ചേർക്കണം. പിന്നെയോ വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ദേ ക്രിയേറ്റ് ഫോർ ഹ്യൂമൻ ബീങ്സ്? മനുഷ്യർക്ക് അവരെന്തെല്ലാം പ്രോബ്ലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സ്കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ആ സ്കിറ്റ് ഒന്ന് എഴുതി നോക്കാം. സീന് 2 എഴുതുക. അപ്പോൾ സീന് 1 ആണ് ആര് തമ്മിലുള്ള കോൺവെർസേഷൻ വരുന്നത്? ഹൗസ് ഫ്ലൈയും മോസ്കിറ്റോയും തമ്മിലുള്ള കോൺവെർസേഷൻ വരുന്നത്. ഇനി സീൻ 2 എന്ത് ചെയ്യുക, ഹൗസ് ഫ്ലൈയും റാറ്റും മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന്. അതിൽ റാറ്റ് ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? മിസ്റ്റർ ഫ്ലൈ, നിനക്ക് എന്നെ അറിയുമെന്ന് റാറ്റ് ചോദിക്കാൻ. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയുക എന്താണ്, എനിക്കറിയാം, ഓഫ് കോഴ്സ് ഐ നോ യു. You are the clever one who sneaks into homes and spread disease, right? I'm happy to meet you, brother. You create a lot of problems for humans. അപ്പോൾ ഹൗസ് ഫ്ലൈ റാറ്റിനോട് പറയാണ്, തീർച്ചയായിട്ടും നിന്നെ എനിക്കറിയാം. നീ ആരാണ്? വീടുകളിൽ കയറിയിട്ട് രോഗം പരത്തുന്ന ആ ഒരു മിടുക്കനായിട്ടുള്ള ആളാണ് നീ എന്നുള്ളത് എനിക്കറിയാം. അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാണ് ആര് ചോദിക്കുന്ന? ഹൗസ് ഫ്ലൈ നമ്മുടെ റാറ്റിനോട്. അപ്പോൾ അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ പറയുകയാണ്, നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നീ കാരണം എന്താണ്, മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ നമ്മുടെ റാറ്റ് പറയാണ്, യെസ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങനത്തെ ഒരാൾ തന്നെയാണ്. ഡിസീസസ് ലൈക്ക് ലെപ്റ്റോസ്പിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലിപ്പനി പോലെയുള്ള രോഗമാണ്. പ്ലാഗ്, അതുപോലെ തന്നെ റാറ്റ് ബൈറ്റ് ഫീവർ തുടങ്ങിയ രോഗങ്ങളൊക്കെ പടരുന്നത് ആര് കാരണമാണ്? ഞാൻ കാരണമാണ് എന്നാണ് നമ്മുടെ റാറ്റ് പറയുന്നത്. പിന്നെയോ ഐ ലിവ് ഇൻ ഡേർട്ടി പ്ലേസസ്. എവിടെയാണ് നമ്മുടെ റാറ്റ് ജീവിക്കുക? വൃത്തികെട്ട സ്ഥലങ്ങളിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ റാറ്റ് താമസിക്കുന്നത്. എന്നിട്ടോ അവിടെയൊക്കെ രോഗാണുക്കളെ പരത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഡേർട്ടി പ്ലേസസിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ റാറ്റ് താമസിക്കുന്നത്. ഇതെനിക്ക് ശരിക്കും സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നമ്മുടെ റാറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയുന്നത്, വേർ ഡു യു ലിവ് ബ്രദർ? നീ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ്? അപ്പോൾ റാറ്റ് ഒന്നുകൊണ്ട് ക്ലിയർ ആയിട്ട് പറയാണ്, ഐ ലിവ് ഇൻ ഗാർബേജ് ഡംസ്. ഞാൻ താമസിക്കുന്നത് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അതുപോലെ തന്നെ സീവേഴ്സ്, അതുപോലെ അതിൻ്റെ പ്ലേസസ് വെർ ഹ്യൂമൻസ് ത്രോ വേസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് അഴുക്കുചാലുകളിൽ, അതുപോലെ തന്നെ മനുഷ്യർ ഇങ്ങനെ അവരുടെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അവിടെ എന്ത് കാണും? ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും, അതുപോലെ തന്നെ അവിടെ തന്നെയായിരിക്കും എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലവും. അപ്പം ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് നമ്മുടെ റാറ്റിന് എന്ത് ലഭിക്കും? ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളും ലഭിക്കും, അവിടെ തന്നെ അത് താമസിക്കുകയും ചെയ്യും. ഐ ആൾസോ സ്നീക്ക് ഇൻ ടു ഹോംസ് ത്രൂ ഹോൾസ് ആൻഡ് ക്രാക്സ് ടു ലുക്ക് ഫോർ മോർ ഫുഡ്. കൂടുതൽ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഈ ദ്വാരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയൊക്കെ എന്ത് ചെയ്യും? വീടുകളിലേക്ക് നുഴഞ്ഞു കയറും. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്താം? ഹൗസ് ഫ്ലൈ പറയണം. അപ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ബോത്ത് യു ആൻഡ് ദ മോസ്കിറ്റോ എൻജോയ് ഡേർട്ടി പ്ലേസസ്. നീയും നമ്മുടെ കൊതുകും ഡേർട്ടി പ്ലേസസ്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് നമ്മുടെ ഹൗസ് ഫ്ലൈ പറയുന്നത്. ഹ്യൂമൻസ് ഷുഡ് റിയലി കീപ് ദെയർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ.
സോ നൺ ഓഫ് us ക്യാൻ സ്പ്രെഡ് ഡിസീസസ്. അപ്പം നമ്മുടെ ഹൗസ് ഫ്ലൈ ഒന്നും കൂടി പറയാണ്, മനുഷ്യർ അവരുടെ വീടുകളും ചുറ്റുപാടുകളും ശരിക്കും വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആർക്കും നുഴഞ്ഞു കയറിയിട്ടോ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അസുഖങ്ങൾ രോഗങ്ങൾ പടർത്താൻ കഴിയില്ല എന്നുള്ളത് ആര് പറയാണ്, ഹൗസ് ഫ്ലൈ പറയാണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. Our house and surroundings should be clean if we want to live healthy. നമുക്ക് നല്ല ആരോഗ്യപൂർണ്ണമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും എന്തായിരിക്കണം, മസ്റ്റായിട്ടും ക്ലീൻ ആയിരിക്കണം. അതിലൊരു വ്യത്യാസമില്ലേ. നമുക്ക് നല്ല രീതിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ ചുറ്റുപാടും നല്ല വൃത്തി ഉണ്ടാവണം. Mosquitoes, flies and rats multiply in places that are not clean. നമ്മുടെ മോസ്കിറ്റോ, നമ്മുടെ കൊതുകും ഈച്ചയും എലിയും ഒക്കെ എന്താണ് പെരുകുന്നത് എവിടെയാണ്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ്. മെനി ഡിസീസസ് സ്പ്രെഡ് ഡ്യൂ ടു ദീസ് ക്രിയേച്ചേഴ്സ്. ഇത്തരം ജീവികൾ കാരണമാണ് ഒരുപാട് രോഗങ്ങൾ പടരുന്നത്. ഈ ഒരു റാറ്റ്, അതുപോലെ തന്നെ മോസ്കിറ്റോ ആൻഡ് ഫ്ലൈസ്. മനസ്സിലായല്ലോ. ഇവിടെ നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ് തന്നിട്ടുണ്ട്. അതിലെന്താ പറയുന്നത് അറിയാം. വിത്ത് ദ എയിം ഓഫ് പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് വെർ കണ്ടക്റ്റഡ് ഇൻ ഓൾ ദ വാർഡ്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ക്ലീനിങ് ആക്ടിവിറ്റീസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് എ വ്യൂ ടു എലിമിനേറ്റിംഗ് ദ ഡിസീസസ് കാരിങ് മോസ്കിറ്റോസ് ആസ് ഡെങ്കി ഫീവർ വാസ് റിപ്പോർട്ടഡ് ഇൻ സം വാർഡ്സ് ഓഫ് ദി പഞ്ചായത്ത്. പഞ്ചായത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാലാണ് അവിടെ ഉണ്ടാകുന്ന കൊതുകുകൾ പരക്കുന്ന സാഹചര്യങ്ങൾ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈ ഡേ നടത്തുന്നത്, മീൻസ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഡ്രൈ ഡേ അല്ലേ. ഇനി എന്താണ് ഈ ഡ്രൈ ഡേ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കേടാ മക്കളെ, താങ്ക് യു ഫോർ വാച്ചിങ്.